ഹലോ എവരിവൺ. കൊമേഴ്ഷ്യൽ അരിത്തമെറ്റിക്കിന്റെ 6ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ക്യാഷ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടു. ഒരു പർച്ചേസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫ് എ കമോഡിറ്റി നടക്കുമ്പോൾ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ക്യാഷ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു 3 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമ്മൾ ക്യാഷ് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും ഒക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ മാത്രമല്ല നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ വിൽക്കാനായിട്ടും പറ്റുന്നത്. ഒരു ഹോൾസെയിലറും ഒരു റീറ്റെയിലറും തമ്മിൽ നമുക്ക് ഒരു ബില്ല് കൊടുത്തിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടും പറ്റും. അപ്പൊ അങ്ങനെ ബില്ല് കൊടുത്തിട്ടുള്ള ആ എക്സ്ചേഞ്ചിൽ എങ്ങനെയായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടേംസ് ഉണ്ട്. ഒന്നാമത്തെ ടേം ഫേസ് വാല്യൂ ഓഫ് ദ ബിൽ. നമ്മളൊരു ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് ഒരു റീറ്റെയിലർ സാധനം വാങ്ങിക്കുകയാണ്. അപ്പൊ ആ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലൊരു കരാർ ഉണ്ടാക്കുന്നു. 1 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റീറ്റെയിലർ ഹോൾസെയിലർക്ക് പൈസ കൊടുത്തോളാം എന്നുള്ള രീതിയിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ രണ്ടുപേരും സൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഉടമ്പടിനെയാണ് നമ്മൾ ബിൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ദ ആക്ച്വൽ സെയിൽസ് പ്രൈസ് together with the true discount is called face value of the bill. It is the sum due after a specified period. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ 10,000 രൂപയ്ക്കാണ് നമ്മുടെ റീറ്റെയിലർ ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ 1 വർഷം കഴിയുമ്പം പൈസ തന്നോളാം എന്നുള്ള രീതിയിലാണ് അവർ കരാർ ഉണ്ടാക്കുന്നതെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 10,000 രൂപയായിരിക്കില്ല, അതിന്റെ കൂട്ടത്തിൽ അതിന്റെ ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ ട്രൂ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻട്രസ്റ്റ് കൂടെ നമ്മുടെ റീറ്റെയിലറും ഹോൾസെയിലർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഫേസ് വാല്യൂ ഓഫ് ദ ബില്ല്, നമ്മുടെ ബില്ലിന്റെ അകത്ത് നമ്മൾ എഴുതുന്ന ആ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ പ്രൈസ് ടുഗദർ വിത്ത് ദാറ്റ് ഡിസ്കൗണ്ട്, അതായിരിക്കും നമ്മുടെ ഫേസ് വാല്യൂ ഓഫ് ദ ബില്ല് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സം ഡ്യൂ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ്. നമ്മളൊരു 10,000 രൂപ ഇപ്പൊ കടം വാങ്ങിച്ചാൽ നമ്മൾ അതിന്റെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടി നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും 1 വർഷം കഴിയുമ്പോൾ. ആ രീതിയിൽ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താലും മതിയായിരിക്കും. ഇനി ട്രൂ ഡിസ്കൗണ്ട് എന്താണെന്ന് നോക്കാം. True discount is the interest charged on the present worth of the face value of the bill. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ റീറ്റെയിലർ 10,000 രൂപയാണ് കൊടുക്കേണ്ടത്, ഹോൾസെയിലർക്ക് കൊടുക്കാനുള്ളത് 10,000 രൂപയാണെങ്കിൽ ആ 1 വർഷത്തേക്ക് ആ 10,000 രൂപയ്ക്ക് എത്ര ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ട്രൂ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്തതായിട്ടുള്ളത് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലൊരു കരാർ ഉണ്ടാക്കി 1 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റീറ്റെയിലർ ഹോൾസെയിലർക്ക് പൈസ കൊടുത്തോളാം എന്നുള്ള രീതിയിൽ അവരൊരു കരാർ ഉണ്ടാക്കി. പക്ഷെ നമ്മുടെ ഹോൾസെയിലർക്ക് പെട്ടെന്ന് ക്യാഷിന് ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ഹോൾസെയിലർ ആ ബില്ല് കൊണ്ട് ബാങ്കിൽ കൊടുക്കും. അപ്പൊ ബാങ്കുകാർ ഹോൾസെയിലർക്ക് പൈസ കൊടുക്കും. പിന്നെയുള്ള നമ്മുടെ ഡീലിങ്സ് ബാങ്കും റീറ്റെയിലറും തമ്മിലാകും. നമ്മുടെ ഹോൾസെയിലർക്ക് എമൗണ്ട് കിട്ടി, അയാൾക്ക് ഇനി റീറ്റെയിലറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനിയുള്ള ഡീലിംഗ് എല്ലാം റീറ്റെയിലറും ബാങ്കും തമ്മിലായിരിക്കും. അപ്പൊ നമ്മുടെ ഈ ബില്ല് കൊണ്ട് ഈ ബാങ്കിൽ കൊടുക്കുമ്പോഴത്തേക്കും ബാങ്ക് ഒരിക്കലും അതിന്റെ ഫേസ് വാല്യൂ മുഴുവനായിട്ടും ഹോൾസെയിലർക്ക് കൊടുക്കുകയില്ല. കാരണം 1 വർഷത്തേക്കായിരുന്നു അവർ കരാർ ഉണ്ടാക്കിയിരുന്നതെങ്കിലും 6 മാസം ആയപ്പോഴത്തേക്കും ഹോൾസെയിലർക്ക് പൈസ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ അയാൾ 6 മാസം ആകുമ്പോഴത്തേക്കും ബാങ്കിൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യും. അപ്പൊ നമ്മുടെ ഒരിക്കലും ഫേസ് വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് അപ്പോൾ നമ്മുടെ ഹോൾസെയിലർക്ക് കിട്ടിയില്ല. ആ 6 മാസത്തെ ഇൻട്രസ്റ്റ്, ഇനി വരാനുള്ള 6 മാസത്തെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടായിരിക്കും ബാങ്ക് നമ്മുടെ ഹോൾസെയിലർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതാണ് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് ഇസ് ദ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ദ ഫേസ് വാല്യൂ ഓഫ് ദ ബിൽ ഫോർ ദ പീരിയഡ് ഫ്രം ഡേറ്റ് ഓഫ് ഡിസ്കൗണ്ടിങ് ടു ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അപ്പൊ നമ്മൾ എമൗണ്ട് കൊടുക്കുന്ന ദിവസം തൊട്ട് നമ്മുടെ മെച്യൂരിറ്റി ആവുന്ന ദിവസം വരെയുള്ള ആ ഇൻട്രസ്റ്റ് കുറച്ചിട്ടായിരിക്കും നമ്മുടെ ബാങ്ക് ഹോൾസെയിലർക്ക് എമൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ബാങ്കേഴ്സ് ഗെയിൻ എന്താണെന്ന് നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് ആൻഡ് ദ ട്രൂ ഡിസ്കൗണ്ട് ഈസ് നോൺ ആസ് ബാങ്കേഴ്സ് ഗെയിൻ. അപ്പൊ നമ്മുടെ ട്രൂ ഡിസ്കൗണ്ടും ബാങ്കേഴ്സ് ഡിസ്കൗണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ ബാങ്കുകാരുടെ ഗെയിൻ എന്ന് പറയുന്നത്. ഹോൾസെയിലർക്ക് ഓൾറെഡി എമൗണ്ട് കിട്ടി, അപ്പൊ ബാങ്കുകാർക്ക് ഉണ്ടാകുന്ന ഗെയിൻ എന്ന് പറയുന്നത് ട്രൂ ഡിസ്കൗണ്ടും ബാങ്കർ ഡിസ്കൗണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതായിരിക്കും. ഡിസ്കൗണ്ടഡ് വാല്യൂ എന്നുള്ളതാണ് അടുത്തത്. ദ ബാങ്കർ വിൽ ചാർജ് ആൻ ഇൻട്രസ്റ്റ് ഓൺ ദ ഫേസ് വാല്യൂ ഓഫ് ദ ബിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിസ്കൗണ്ടിങ് ടു ദ ഡ്യൂ ഡേറ്റ്. ദിസ് ഈസ് ദ ബാങ്കേഴ്സ് ഡിസ്കൗണ്ട്. ദ ഫേസ് വാല്യൂ മൈനസ് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് ഈസ് ദ ഡിസ്കൗണ്ടഡ് വാല്യൂ. നമ്മൾ പറഞ്ഞു ബാങ്ക് ഒരിക്കലും
ഫേസ് വാല്യൂ മുഴുവനായിട്ടും നമ്മുടെ ഹോൾസെയിലർക്ക് തിരിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹോൾസെയിലർക്ക് കിട്ടുന്ന ആ എമൗണ്ട് ആയിരിക്കും ഡിസ്കൗണ്ടഡ് വാല്യൂ. അതായത് ഫേസ് വാല്യൂന്ന് നമ്മുടെ ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹോൾസെയിലർക്ക് ബാങ്കിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതാണ് ഡിസ്കൗണ്ടഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ റീറ്റെയിലർ എന്ന് പറയുന്നത് അയാള് ഒരു 10,000 രൂപ കടമെടുക്കുന്നത് പോലെയാണ് റീറ്റെയിലർക്ക് ഫീൽ ചെയ്യുന്നത്. ആ 10,000ന്റെ കൂട്ടത്തിൽ അയാൾ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഒരു വർഷത്തേക്കാണ് നമ്മൾ കട എടുക്കുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാനായിട്ട്. അതേസമയം ഹോൾസെയിലർ നോക്കുവാണെങ്കിൽ ആ ഹോൾസെയിലർക്ക് ഈ ബില്ല് എന്ന് പറയുന്നത് കൊണ്ട് അയാൾക്ക് തോന്നുന്നത് അയാൾ ഒരു 10,000 രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടതുപോലെയായിരിക്കും ഹോൾസെയിലർക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു 10,000 റുപ്പീസ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നു. അപ്പോൾ ഒരു വർഷത്തേക്കാണെങ്കിൽ ആ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ കൂട്ടിയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് പൈസ കിട്ടും. അപ്പോൾ 6 മാസം ആകുമ്പോഴത്തേക്ക് അയാൾക്ക് പൈസയുടെ ആവശ്യം വരുവാണെങ്കിൽ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ബ്രേക്ക് ചെയ്യുന്നത് പോലെയാകും. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടത്തില്ല, അവിടെ ഒരു ഇടിവുണ്ടാകും. നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറച്ചിട്ടേ നമുക്ക് എമൗണ്ട് കയ്യിലേക്ക് കിട്ടുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് ഡിസ്കൗണ്ടഡ് വാല്യൂവേ നമുക്ക് തിരിച്ച് കയ്യിലേക്ക് കിട്ടുള്ളൂ. ഫിക്സഡ് ഡിപ്പോസിറ്റ് നമ്മൾ പകുതിക്ക് വെച്ചിട്ടും അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് മുറിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് പിന്നെ കിട്ടുന്നത് ഇവിടെ ബാങ്കിനായിരിക്കും കിട്ടുന്നത്. ബാക്കിയുള്ള ആ ഒരു എമൗണ്ട് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ആ എമൗണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ബാങ്കേഴ്സ് ഗെയിൻ എന്ന് പറയുന്ന ആ എമൗണ്ട് ബാങ്കിനായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ബില്ല് കൊണ്ട് അല്ലെങ്കിൽ ബില്ലിലുള്ള ഡിസ്കൗണ്ട്സ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുലാസ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുവാണ്, എ എന്ന് പറയുന്നതാണ് നമ്മുടെ ബില്ലിന്റെ ഫേസ് വാല്യൂ, പി എന്ന് പറയുന്നത് പ്രസന്റ് വർത്ത് ഓഫ് എ, ആർ ബി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനുവം, ഐ ഈസ് ഈക്വൽ ടു ആർ ബൈ 100, എൻ ഈസ് ഈക്വൽ ടു പീരീഡ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ എൻ എന്ന് പറയുന്നത് പീരീഡ് ഇൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പം നമ്മുടെ എ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ഓഫ് ദ ബില്ല്, പി എന്ന് പറയുന്നത് പ്രസന്റ് വർത്ത്. അപ്പൊ നമുക്ക് നോക്കാം, ഫേസ് വാല്യൂ ഓഫ് ദ ബില്ല് എ എന്ന് പറയുന്നത് പ്രസന്റ് വർത്ത് ഇൻറ്റു 1 പ്ലസ് എൻ ഇൻറ്റു ഐ, ഐ എന്ന് പറയുന്നത് ആർ ബൈ 100, അപ്പൊ എൻ ആർ ബൈ 100, പി ഇൻറ്റു 1 പ്ലസ് എൻ ആർ ബൈ 100, അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു ഫോർമുല തന്നെയാണ്. നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലോൺ എടുക്കുവാണ്, n ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോൺ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ n ഇയേഴ്സ് കഴിയുമ്പോൾ എത്ര രൂപ അടയ്ക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ അകത്ത് കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു ഫോർമുല തന്നെയാണിത്. അപ്പം നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ n ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും എത്ര രൂപയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും പ്രസന്റ് വാല്യൂ പ്ലസ് ഇൻട്രസ്റ്റ് ചാർജ്, അതായിരിക്കും പി പ്ലസ് PNR by 100 എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രസന്റ് വർത്ത് ഓഫ് ഫേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി കണ്ടു. പ്രസന്റ് വാല്യൂ ആൻഡ് ഫ്യൂച്ചർ വാല്യൂ എന്നുള്ള വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടതാണ്. അത് A/NI എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ പ്രസന്റ് വർത്ത് ഓഫ് ദ ഫേസ് വാല്യൂ പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ A/1 പ്ലസ് NI കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് ട്രൂ ഡിസ്കൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. ട്രൂ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് is the interest charged on the present worth of the face value of the bill. അപ്പോൾ അതായത് n ഇയേഴ്സിന് വേണ്ടിയിട്ട് എത്ര ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പി പ്ലസ് PNI എന്നുള്ളതാണ്, അതായത് പ്രസന്റ് വർത്ത് പ്ലസ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മുടെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് PNI എന്നുള്ള ഫോർമുല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിവിടെ പി എന്ന് പറയുന്നത് A/1 പ്ലസ് NI ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ANI by 1 പ്ലസ് NI എന്നുള്ളത് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ A മൈനസ് പി, നമ്മളുടെ എയുടെ ഫോർമുല നമുക്കറിയാം, അതേ മൈനസ് പിയുടെ ഫോർമുല ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രൂ ഡിസ്കൗണ്ടിന്റെ ഫോർമുല തന്നെയായിരിക്കും കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ നോക്കിയാൽ നമുക്കറിയാം എ എന്ന് പറയുന്നത് പി പ്ലസ് PNI ആണ്. അപ്പം നമ്മുടെ ട്രൂ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് PNI ആണെന്ന് നമുക്കറിയാം. അപ്പം PNI എന്ന് പറയുന്നത് A മൈനസ് പി ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ട്രൂ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു A മൈനസ് പി, അതായത് ട്രൂ ഡിസ്കൗണ്ട് ഈസ് ഈക്വൽ ടു PNI. ഈ പറയുന്ന ഓരോ ഫോർമുലാസും നമുക്ക് ഇവിടെ നമ്മൾ കണ്ട രണ്ട് ഫോർമുലാസിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രൂ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് തന്നെയാണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല PNI, P ഇൻറ്റു N ഇൻറ്റു R ബൈ 100. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫോർമുല കിട്ടും. നമ്മുടെ പിയുടെ ഫോർമുലയ്ക്കകത്ത് നിന്ന് നമുക്ക് നമ്മുടെ A മൈനസ് പി എന്നുള്ള ഫോർമുലയെ ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫേസ് വാല്യൂയിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് A ഇൻറ്റു NI ആയിരിക്കും.
അതേപോലെ ബാങ്കേഴ്സ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ബാങ്കേഴ്സ് ഗെയിൻ എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് മൈനസ് ട്രൂ ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബാങ്കേഴ്സ് ഗെയിൻ കിട്ടും. അപ്പൊ ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ANI, ട്രൂ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് PNI. അപ്പൊ നമുക്ക് A മൈനസ് പി ഇൻറ്റു NI എന്ന് കിട്ടും. A മൈനസ് പി എന്താണ്? ട്രൂ ഡിസ്കൗണ്ട് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പൊ ട്രൂ ഡിസ്കൗണ്ട് ഇൻറ്റു NI, അതാണ് നമ്മുടെ രണ്ടാമത് തന്നിരിക്കുന്ന ഫോർമുല. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടും പറ്റും. ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഫേസ് വാല്യൂ ഓഫ് എ ബിൽ ഡ്യൂ 6 months hence at 12% per annum whose present worth is ₹4,500. ഓൾസോ ഫൈൻഡ് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട്. അപ്പൊ നമ്മളോട് ഫേസ് വാല്യൂവും ബാങ്കേഴ്സ് ഡിസ്കൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രസന്റ് വർത്ത് തന്നിട്ടുണ്ട്. പ്രസന്റ് വർത്ത് 4,500 ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ഡ്യൂ 6 months എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ N എന്ന് പറയുന്നത് നമ്മൾ ഇയേഴ്സിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ 6 month ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഇയേഴ്സിലേക്ക് മാറ്റാനായിട്ട് 6/12 ചെയ്യും. ഒരു വർഷത്തിൽ 12 മാസമാണുള്ളത്. അപ്പൊ നമ്മൾ 6 month എന്നുള്ളത് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6/12 ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 0.5 എന്നുള്ളതായിരിക്കും N കിട്ടുന്നത്. ഇനി നമ്മുടെ ഇവിടുത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. അപ്പൊ നമുക്ക് I കാൽക്കുലേറ്റ് ചെയ്യാം. I എന്ന് പറയുന്നത് 12/100 ആയിരിക്കും. അതായത് 0.12 ആയിരിക്കും നമ്മുടെ I എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫേസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ A തന്നെയാണ്. എമൗണ്ട് ആഫ്റ്റർ N ഇയേഴ്സ് ആണ്. അപ്പൊ A is equal to P into 1 plus NI. അത് A തന്നെയാണ്, which is equal to P into 1 plus NI. P എന്ന് പറയുന്നത് 4,500 into 1 plus N എന്ന് പറയുന്നത് 0.5 into I എന്ന് പറയുന്നത് 0.12. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് 4,500 into 0.5 into 0.12 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.06 ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ 1 plus 0.06 ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4,500 into 1.06 എന്ന് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 4,770 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് വാല്യൂ. നമ്മളോട് ഫേസ് വാല്യൂ മാത്രമല്ല ബാങ്കേഴ്സ് ഡിസ്കൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ബാങ്കേഴ്സ് ഡിസ്കൗണ്ടിന്റെ ഫോർമുല എന്താണ്? ബാങ്കേഴ്സ് ഡിസ്കൗണ്ട് ഇസ് ഈക്വൽ ടു ANI. A നമ്മളിപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, 4,770. NI നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് NI. NI എന്ന് പറയുന്നത് 0.06 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 286.20 എന്ന് കിട്ടും. അപ്പൊ ഇതായിരിക്കും ബാങ്കേഴ്സ് ഡിസ്കൗണ്ട്. ഇത്രയും റുപ്പീസ് മൈനസ് ചെയ്തിട്ടായിരിക്കും ബാങ്ക് ബില്ലിന്റെ എമൗണ്ട് സെറ്റിൽ ചെയ്യുന്നത്, ഹോൾസെയിലർക്ക് സെറ്റിൽ ചെയ്യുന്നത്. ഇതാണ് ബാങ്കേഴ്സ് ഡിസ്കൗണ്ട്. അടുത്ത പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ പ്രസന്റ് വർത്ത് ഓഫ് എ ബിൽ ഓഫ് ₹15,000 ഡ്യൂ 6 months hence at 10% per annum സിമ്പിൾ ഇൻട്രസ്റ്റ്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമ്മളോട് പ്രസന്റ് വർത്ത് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് A തന്നിട്ടുണ്ട്. 6 month കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 15,000 ആയിരിക്കും. അതേപോലെ N എന്ന് പറയുന്നത് 6 month ആണ്, which is equal to 6/12 years, അതായത് 0.5 years. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പൊ നമുക്ക് I is equal to 10/100 എന്ന് കിട്ടും. അതായത് 0.1 എന്നായിരിക്കും നമുക്ക് I കിട്ടുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മുടെ NI നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കാം. NI is equal to 0.5 into 0.1 which is equal to 0.05. ഇതായിരിക്കും നമ്മുടെ NI. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് വർത്ത്. പ്രസന്റ് വർത്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല P is equal to A/1 plus NI. Present worth is equal to A/1 plus NI. A എന്ന് പറയുന്നത് 15,000 divided by 1 plus NI എന്ന് പറയുന്നത് 0.05. അതായത് 15,000 divided by 1.05. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 14,286 എന്ന് കിട്ടും. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ട്രൂ ഡിസ്കൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല, നമുക്ക് ട്രൂ ഡിസ്കൗണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാം. ട്രൂ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല PNI. ഇവിടെ നമ്മൾ ഓൾറെഡി പി കണ്ടുപിടിച്ചു, 14,286. അത് ഇൻറ്റു NI എന്ന് പറയുന്നത് 0.05. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 714.30 ആയിരിക്കും നമ്മുടെ ട്രൂ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ രണ്ട് എക്സസൈസസ് ഉണ്ട്. ഫൈൻഡ് ദ ട്രൂ ഡിസ്കൗണ്ട് ഓൺ എ ബിൽ ഓഫ് ₹5,000 ഡ്യൂ 8 months. Hence, if the rate of interest is 9% per annum, also found buyer's discount and buyer's gain. അപ്പൊ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്കിവിടെ ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്. ഫേസ് വാല്യൂ 5,000 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 8 month എന്നാണ് തന്നിരിക്കുന്നത്. 8 monthനെ നമ്മൾ എങ്ങനെ ഇയറിലേക്ക് മാറ്റും? 8 month എന്ന് പറയുന്നത് 8/12 years ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ഇയേഴ്സിലേക്ക് മാറ്റിയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഫേസ് വാല്യൂ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഐ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പൊ നമുക്ക് ട്രൂ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ PNI എന്നുള്ളതാണ് ഫോർമുല. അപ്പൊ നമ്മൾ ആദ്യമേ പി കണ്ടുപിടിക്കണം, പ്രസന്റ് വർത്ത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് A/1+NI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രസന്റ് വർത്ത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് PNI എന്നുള്ള ഫോർമുലയ്ക്കകത്ത് ഇട്ടിട്ട് ട്രൂ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതേപോലെ തന്നെ ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ANI എന്നുള്ളതാണ്. A നമുക്ക് ഓൾറെഡി അറിയാം, N അറിയാം, I അറിയാം. അപ്പൊ നമുക്ക് ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. ബൈങ്കേഴ്സ് ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് മൈനസ് ട്രൂ ഡിസ്കൗണ്ട് അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബൈങ്കേഴ്സ് ഗെയിനും കിട്ടും. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്, A sells goods worth ₹10,000 to Y for 6 months credit and drew a bill on Y at 8% per annum. A discount the bill with the buyer at 8% per annum. Find the true discount, buyer's discount, amount received by the bank and buyer's gain. അപ്പം നമ്മൾ A എന്ന് പറയുന്നതാണ് നമ്മുടെ ഹോൾസെയിലർ, Y എന്ന് പറയുന്നതാണ് റീറ്റെയിലർ. 10,000 rupeesന്റെ ഗുഡ്സ് ആണ് വിറ്റത്. 6 monthനുള്ളിൽ അടയ്ക്കാം എന്നുള്ള കരാറിലാണ് വിറ്റിരിക്കുന്നത്. അപ്പൊ നമ്മുടെ N എന്ന് പറയുന്നത് 6/12 years ആയിരിക്കും. ഇത് നമ്മുടെ പ്രസന്റ് വാല്യൂ ആണ് 10,000 തന്നിരിക്കുന്നത്. പ്രസന്റ് വാല്യൂ ആണ് 10,000. അപ്പൊ നമ്മൾ നമ്മുടെ ഫേസ് വാല്യൂ കണ്ടുപിടിക്കണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? 8% ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രൂ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. ട്രൂ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഫോർമുല PNI. പ്രസന്റ് വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, N നമുക്കറിയാം, I നമുക്കറിയാം. അപ്പം നമുക്ക് ട്രൂ ഡിസ്കൗണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് വാല്യൂ കണ്ടുപിടിക്കണം. ഫേസ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് P/1+NI എന്നുള്ള ഫോർമുലയ്ക്കകത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് നമ്മുടെ ഫേസ് വാല്യൂ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ബാങ്ക് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ബാങ്ക്, നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് A മൈനസ് ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് ആയിരിക്കും. ബാങ്കുകാർ എത്ര രൂപ കുറയ്ക്കുന്നു അത് നമ്മുടെ ഫേസ് വാല്യൂന്ന് സബ്ട്രാക്ട് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ബാങ്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ A ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യും, ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ A മൈനസ് ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ബാങ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പറ്റും. അതേപോലെ തന്നെ ബൈങ്കേഴ്സ് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി അറിയാം, ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് മൈനസ് ട്രൂ ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബൈങ്കേഴ്സ് ഗെയിൻ കിട്ടും. അപ്പൊ ഇവിടെ പുതിയതായിട്ടുള്ളത് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ബാങ്ക്. നമ്മുടെ ഈ ബില്ല് കൊണ്ട് ഈ ബാങ്കിൽ കൊടുക്കുമ്പോഴത്തേക്കും ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എമൗണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസ് വാല്യൂ മൈനസ് ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട്, ഫേസ് വാല്യൂവിൽ എത്ര രൂപയാണോ ബാങ്കുകാർ സബ്ട്രാക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫേസ് വാല്യൂ മൈനസ് ബൈങ്കേഴ്സ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ ബാങ്ക് കിട്ടും. ഈ രണ്ട് എക്സസൈസസ് ചെയ്ത് നോക്കുക. Thank you.